ജീവിതം ഇന്നൊരു കണ്ണീർ കടലായി കണ്ണിൻ മുന്നിൽ കാണുന്ന നേരം അറിയാതെ ഓടുന്നേ അറിയും മുൻപേ തീരുന്നേ. I can actually listen to this on repeat. ഇന്റർനാഷണൽ സ്റ്റഫ് എന്നാണ് ആൾക്കാർ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ടെൻഷനാണ്. Wow. ഞങ്ങളെല്ലാം വിജയണ്ണന്റെ ഫാൻസാണ്. വിജയണ്ണം വർഷത്തിൽ ഒരു പടം, ഞങ്ങൾ വർഷത്തിൽ ഒരു പോഡ്കാസ്റ്റ്. സീരിയസ്നെസ് ഇല്ലായ്മയാണോന്നറിയില്ല, നമ്മളത് വിട്ടു. പൈസ ചോദിക്കുമ്പോൾ അറിയാലോ ഉടായിപ്പാണ്. അപ്പം ഞാനത് ഡ്രോപ്പ് ചെയ്തു. ഫെയിലിയറിന്റെ എഫ് ആണ് ആദ്യം വരുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ കറക്റ്റ് ഇങ്ങനെ ഗേറ്റിന് അവിടെ കൂടെ അവൻ സൈക്കിളോട്ടി പോകും. ചേട്ടാ ഞാൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളെ ജയ പോകും. ഇവിടെ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. So the intimacy part, that was not an issue at all. നിങ്ങളെ പോലെ തന്നെ ഞാനും, എനിക്കിപ്പോൾ ആദ്യം മനസ്സിലാവുന്നുണ്ട്. When I heard the song for the first time, like, wow. ഒരു ടാലന്റഡ് ഗ്രൂപ്പാണ്, നമുക്ക് അവരെ പരിചയപ്പെടാം. ടീം MI. എന്നാണ് അവര് പോഡ്കാസ്റ്റ്. ഹായ്, എല്ലാവർക്കും ബനാന പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഈ എപ്പിസോഡ് വരാൻ ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു വർഷം സമയമെടുത്ത്. ഞങ്ങളെല്ലാം വിജയണ്ണൻ്റെ ഫാൻസാണ്. വിജയണ്ണം വർഷത്തിൽ ഒരു പടം, ഞങ്ങൾ വർഷത്തിൽ ഒരു പോഡ്കാസ്റ്റ്. പക്ഷെ അതുപോലെയല്ല, ഇനി അടുത്തടുത്ത എപ്പിസോഡ് വരുമല്ലേ? വരും ഉറപ്പായിട്ട് വരും. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗസ്റ്റ് ഒരു ടാലൻറ്റഡ് ഗ്രൂപ്പാണ്, നമുക്ക് അവരെ പരിചയപ്പെടാം. ടീം MI. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ടീം MI ആണ്. സോ അവരുടെ പുതിയ മ്യൂസിക് വീഡിയോ തിരയെക്കുറിച്ച് സംസാരിക്കാൻ വെൽക്കം ഗൈസ്. സോ ഇവിടുത്തെ ഒരു ആചാരം പടി നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുക, അതാണ് ഈ ഇല്ലത്തെ ശീലം. ഓക്കെ, തുടങ്ങിക്കോളുക. ഓക്കെ. എൻ്റെ പേര് ശ്രീരാഗ് എന്നാണ്. ഞാൻ MIM-ൻ്റെ കോ ഫൗണ്ടറാണ്. ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത 2 ട്രാക്കിൻ്റെ ലീഡ് വോക്കൽ. ഹായ്, എൻ്റെ പേര് ശ്രീറാം. MIM റിലീസായിരിക്കുന്ന എല്ലാ ആൽബത്തിൻ്റെയും ലിറിസിസ്റ്റ്, പാട്ട് എഴുതിയിരിക്കുന്ന ഞാനാണ്. MIM-ൻ്റെ കോ ഫൗണ്ടറാണ്. Hi, my name is Anushri Chatterjee. I am not a native Malayali speaker, but I understand like more than half of the conversation. Me too. Not very confident to speak yet, but I will get there soon. So I'm basically a part-time actor. I do theater and I do ads. This is my very first music video, and that too in Malayalam. I'm a huge fan of Malayalam industry, Malayalam movies. So super happy to start off my music video career with these guys. ഹായ്, എൻ്റെ പേര് അനന്തകൃഷ്ണൻ. എല്ലാവരും എന്നെ AKB എന്ന് വിളിക്കും. സോ ഐ എം ബേസിക്കലി ഫോക്കസ്ഡ് ഓൺ ആക്ടിങ്. പിന്നെ എൻ്റെ പ്രൊഫഷൻ പറയുകയാണെങ്കിൽ ലോ ആണ്. പക്ഷെ അതെല്ലാം അപ്പാർട്ടായിട്ട് മാറ്റി വെച്ചിട്ട് ഫുള്ളി ബേസ്ഡ് ഇൻ ആക്ടിങ് ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുന്നു. ഹായ്, എൻ്റെ പേര് ആദിത്യ. ഞാൻ മിമ്മിൻ്റെ ഫൗണ്ടിങ് മെമ്പറാണ്. പിന്നെ 2 മ്യൂസിക്കിൽ ഞാൻ എൻ്റെ വോക്കൽ കൊടുത്തിട്ടുണ്ട്. തിരയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് MIM ഈ തോട്ട് അതെപ്പോഴാണ് ഉണ്ടായത്? ആക്ച്വലി MIM-നെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളിത് രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. ഓക്കെ. പ്രേക്ഷകർ വിചാരിച്ചാൽ ഇനിയും വേഗത്തിൽ രക്ഷപ്പെടും. ഓക്കെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുന്ന ഞങ്ങൾ 3 പേര് മാത്രമല്ല MIM-ൻ്റെ ഫൗണ്ടേഴ്സ്. ഇതിനകത്ത് കുറച്ചും കൂടി ആൾക്കാരുണ്ട്, അവരൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തിരിക്കുന്ന ഒട്ടുമിക്ക മലയാളികളെ പോലെയും സിനിമ എന്നൊരു സ്വപ്നം, അതിൽ ലാൻഡ് ആവണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം തുടങ്ങിയ ഒരു ബാൻഡാണ്, മ്യൂസിക് ബാൻഡാണിത്. ആക്ടിങ് ഇഷ്ടമുള്ളവരുണ്ടായിരുന്നു, പാട്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ബാൻഡ്. കോവിഡിൻ്റെ സമയത്ത് നമുക്ക് കറക്റ്റ് ആ ക്രിയേറ്റീവ് സ്പേസ് കിട്ടി. അപ്പോൾ ഒരു 2019 കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ ഒരു MIM എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബാൻഡ് രൂപീകരിച്ചു. എന്താണ് MIM? ആക്ച്വലി ഞങ്ങൾ തുടങ്ങിയത് മെൻ ഇൻ മ്യൂസിക്. കുറച്ച് ഒരു കൂട്ടം യുവാക്കൾ. അങ്ങനെയല്ല, ഞങ്ങൾ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് കുറച്ച് ആൺകുട്ടികളായിരുന്നു. അന്ന് അങ്ങനെ ചേർന്നതാണ് ഞങ്ങൾ. വേണമെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് സ്പെസിഫൈ ചെയ്യാതെ MIM എന്ന് സ്പെസിഫൈ ചെയ്തത്. MIM എന്ന് വിളിക്കാൻ കാരണം അതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ്. അപ്പോൾ ആദ്യത്തെ പാട്ട്, ഇന്നത്തെ പാട്ടുകൾ ഞാനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാട്ട് എഴുതി വന്നപ്പോൾ ഒരു റാപ്പ് സോങ് ആയിരുന്നു. ആ റാപ്പ് സോങ്ങിന്റെ കണ്ടന്റ് തന്നെ നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ, വോയിസ് ഓഫ് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ആ റാപ്പ് സോങ് പാടിയത് ഞാനാണ്. അതിനകത്ത് ഒരു ഭാഗം പാടിയിരിക്കുന്നത് ശ്രീരാഗ്, ഒരു ഭാഗം പാടിയിരിക്കുന്നത് ആദിത്യ. സോ എന്തും ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കളാണ്. പാടാൻ റെഡിയാണ്, ആക്ട് ചെയ്യാൻ റെഡിയാണ്, എഴുതാൻ. ഞങ്ങളെ വിളിക്കൂ, അതെ വിളിക്കൂ, അവസരം തരൂ, ഞങ്ങൾ എഴുതിയത് കാണൂ, ഞങ്ങൾ ചെയ്തത് കാണൂ, അങ്ങനെ പറഞ്ഞു. എല്ലാവരും പോയി കാണണം കേട്ടോ. നല്ല വർക്കാണ്. നമുക്ക് അതിനേക്കാൾ കൂടുതൽ സംസാരിക്കാൻ കുറച്ച്. യെസ്. അപ്പം ഇതാണ് ഒരു MIM-ന്റെ ഒരു സ്റ്റാർട്ടിങ് ഹിസ്റ്ററി. ഇപ്പൊ ഈ തിര എത്രാമത്തെ? നാലാമത്തെ വർക്ക്. യെസ്, ലൈക്ക് ഒഫീഷ്യലി 4ാമത്തെ വർക്ക്. ഞങ്ങൾ കുറേ അധികം എഴുതിയിട്ടുണ്ട്, എഴുതുന്നുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്.
പക്ഷെ 4 എണ്ണം ഞങ്ങൾ വർക്ക് ചെയ്തെടുത്തു, വീഡിയോ ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ ചാനലിൽ MIM എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലുള്ള ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു തമിഴ് സോങ് ഉണ്ട്, 2 റാപ്പ് ഉണ്ട്. ഇത് നമ്മുടെ 4ാമത്തെ മെലഡിയാണ്, മലയാളം മെലഡി. ഓക്കെ. പക്ഷേ ഞാനിങ്ങനെ നോക്കിയപ്പോൾ പേജ് വന്നിട്ട് 2020 ക്രിയേറ്റ് ചെയ്ത് ഒരു 19th ഏപ്രിൽ ആ സമയമാകുമ്പോൾ. പിന്നെ ഇതിപ്പോൾ 2025, 5 വർഷം 4 പാട്ട്. പെക്യൂലിയർ ആണോ അതോ എന്തായിരിക്കും? അല്ല ഓക്കെ, ഞങ്ങൾ പെക്യൂലിയർ ആയിട്ടേ ചെയ്യൂ, ഞങ്ങളങ്ങനെ ചുമ്മാ പടപട പാട്ടൊന്നും ചെയ്യത്തില്ല, ഞങ്ങൾ വർഷത്തിൽ ഒരിക്കൽ, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ കൂട്ട് ആണോ നിങ്ങൾ? വിജയണ്ണൻ, ഞങ്ങൾ, പിന്നെ നിങ്ങൾ എല്ലാം ഒരു കാറ്റഗറിയാണ്, വർഷത്തിൽ ഒരിക്കൽ. അല്ല, നിങ്ങൾ വിജയ് ആണെങ്കിൽ ഞങ്ങൾ യശാണ്, ഞങ്ങള് 5 വർഷത്തിൽ ഒരു പടമേ ചെയ്യത്തുള്ളൂ. അപ്പോ അതുകൊണ്ടല്ല, ബേസിക്കലി നമ്മള് എന്താ പറയുക, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ അടിക്കടി ഇടരുതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ലൈക്ക് ക്വാളിറ്റി ലോസ് ആകുന്ന പോലെ നമ്മുടെ കയ്യിൽ പാട്ടുണ്ടെങ്കിൽ പോലും അത് ചെയ്യരുത്, എന്തെങ്കിലും വ്യൂ കയറാനോ സബ്സ്ക്രിപ്ഷൻ കയറാനോ ചെയ്യരുതെന്ന് വിചാരിക്കുന്ന, നമുക്ക് ക്വാളിറ്റി എപ്പോഴും കൂടുതലായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒബ്വിയസ്ലി ഫിനാൻഷ്യൽ ഒരു പാട്ട് ചെയ്തെടുക്കണമെങ്കിൽ അത് എത്ര രൂപ ആകുമെന്ന് നിങ്ങൾക്ക് ഒബ്വിയസ്ലി അറിയാം. സോ അതിനുള്ള ബാക്കപ്പ് ഇപ്പോൾ ആയി വരുവാണെങ്കിൽ നല്ല ക്വാളിറ്റി വർക്ക് കൊടുക്കണം, എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി ചെയ്യില്ല. യെസ്, അതെ. ഫസ്റ്റ് പടം പോലെ ഫസ്റ്റ് നിങ്ങളുടെ ഇതുപോലെ വോയിസ് ഓഫ് മിഡിൽ ക്ലാസ്, മിഡിൽ ക്ലാസ് മ്യൂസീഷ്യൻസ്. യെസ്, മിഡിൽ ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയതാണ്. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഫണ്ട് മിഡിൽ ക്ലാസ് ലെവലിലേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചായിട്ട് സൈമൾട്ടേനിയസ്ലി നമുക്ക് ഫാമിലി, ഞാൻ മാരീഡ് ആണ്, എനിക്കൊരു കുഞ്ഞുണ്ട്, അപ്പോൾ ഫാമിലി നോക്കണം, അപ്പോൾ പ്രൊഫഷൻ നോക്കണം. സോ അതിൻ്റെ ഇടയിൽ കൂടെ ക്രിയേറ്റീവ് കൈവിടാതെ നമ്മൾ കൊണ്ടുപോകാം. എടാ ഇപ്പോൾ MIM സ്റ്റഡി 5 വർഷം ശ്രീറാം പറഞ്ഞ പോലെ. അപ്പോൾ പക്ഷേ ഈ 5 വർഷത്തിൽ 4 പാട്ടല്ലേ ചെയ്തിട്ടുള്ളൂ, നല്ല ഗ്യാപ്പ് വന്നു. അപ്പം ആൾക്കാർ ചോദിക്കത്തില്ലേ എന്ത് ഇത്ര ഗ്യാപ്പ്? അപ്പോൾ നമുക്കൊരു ചില സമയത്ത് നമുക്ക് ഇതാകുമ്പം വേണ്ട ഗിവ് അപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ തോന്നില്ല. പക്ഷെ അതൊന്നുമില്ല, പക്ഷേ സമയം എടുത്താലും ഞങ്ങൾ ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്തു. വൈ ദ ഗ്യാപ്പ്? ഇപ്പോൾ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 years ആയി, ഇപ്പം ഓൾമോസ്റ്റ് 5 years ആയി തുടങ്ങിയിട്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മുടെ 4ാമത്തെ മ്യൂസിക് വീഡിയോ ആണ് ഇപ്പോൾ പറഞ്ഞത്. ആൾക്കാരങ്ങനെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സമയം എടുക്കണേ, വേറെ ഇതൊന്നുമില്ലേ, കുറച്ച് ഫാസ്റ്റ് ആയി കൂടെ. പക്ഷെ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഹോബി പോലെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ടൈം വർക്ക് ഉണ്ട്, പിന്നെ സൈഡിലൊരു ഇതുപോലെ ചെയ്യും. അപ്പം അങ്ങനെ രണ്ടും മാനേജ് ചെയ്യണമല്ലോ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു. ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ഓൾമോസ്റ്റ് 2 years വി വെയർ ഇൻ ദ സെയിം ലൊക്കേഷൻ. വൈക്കത്തായിരുന്നു നമ്മളുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും വൈക്കത്താണ്. പിന്നെ ശ്രീരാം ചേട്ടൻ ചെന്നൈയിലേക്ക് പോയി, ശ്രീരാഗും ചെന്നൈയിലേക്ക് പോയി. പിന്നെ 2-3 പേരും പല സ്ഥലത്തിലേക്ക്. അതെ, ഞാൻ ബാംഗ്ലൂരിലേക്കും വന്നു. അപ്പം നമുക്ക് അങ്ങനെ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായി. അങ്ങനെ പിന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലി നമ്മളിങ്ങനെ ലിറിക്സ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊരു കോമൺ സ്റ്റോറി ഓഫ് എ സ്ട്രഗിൾ മ്യൂസീഷ്യൻസ് അല്ലേ? ഒരു കുറേ ഈ സ്ട്രഗിൾ ചെയ്യുന്ന മ്യൂസീഷ്യൻസിൻ്റെ ഒരു കോമൺ സ്റ്റോറി ആയിരിക്കും അല്ലേ ഇത് ആക്ച്വലി? എന്തെങ്കിലും ഒന്ന് പുഷ് ചെയ്ത് കയറി വരാൻ തോന്നും, അപ്പോൾ എന്തെങ്കിലും ഒരു ഇടംകോല് വരും, പിന്നെ വീണ്ടും എന്തെങ്കിലുമൊക്കെ പുഷ് ചെയ്ത് വരും. അതിൻ്റെ പുറത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് നമ്മൾ ഈ ചാനൽ തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ഇത് ഇൻഡിപെൻഡൻറ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേക്കുള്ള മറ്റൊരു റീസൺ. ലൈക്ക് നമ്മൾ ഓൾറെഡി ഫിലിംസിൽ വന്ന സോങ്സ് ഒന്നും കവർ ചെയ്യാതെ നമ്മുടെ ഒറിജിനൽ വർക്ക്സ് തന്നെ നമ്മൾക്ക് ഇങ്ങനെ പോകണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. അപ്പോൾ അത് ഡിലേക്ക് ഒരു വലിയ കാരണമാണ്. സത്യം. ഓക്കെ, സോ ദാറ്റ് ഈസ് MIM. സോ നമുക്ക് തിരയിലോട്ട് വരാം. എന്താണ് തിര? ഞാൻ ആരോടൊന്നും ചോദിച്ചില്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാം. എന്താണ് തിര? നിങ്ങളൊരു ഒറ്റ വാക്കി തിര എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ എന്ത് പറയും? എന്താണ് തിര? ഒരു വളരെ സൂത്തിങ് ആയിട്ടുള്ള, ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സോങ് ആണ് തിര. ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല. അപ്പം നിങ്ങൾ ഒരു ബസ്സിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്നേഹിക്കുന്ന ആളെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിച്ച് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷവും ഇമ്പവും കിട്ടുന്ന ഒരു സോങ് ആണ് തിര. ഓക്കെ, ഇതാണ് ഏറ്റവും ചെറിയ ഡെഫിനിഷൻ. ഓക്കെ, സോ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുമ്പോഴേ ഫസ്റ്റ് നമ്മളൊരു ലിറിക്സ് ഫസ്റ്റ് ഫോം, പിന്നെ മ്യൂസിക് ഫോം, അങ്ങനെയാണല്ലോ നമുക്ക് ഒരു കാറ്റഗറി വരുന്നത്. ഐ തിങ്ക് അങ്ങനെയല്ലേ? ഓക്കെ, സോ അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ശ്രീറാം ആയിരിക്കുമല്ലോ ഈ ഐഡിയ എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നത് ആ ലിറിക്സ്. ഇപ്പം ഞാൻ കണ്ടപ്പോൾ അതൊരു ലോസ്റ്റ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു തീമല്ലേ കൂടുതൽ ചെയ്തേക്കുന്നത്. സോ എന്ത് മോട്ടിവേറ്റ് ചെയ്തു? പേഴ്സണൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം, അല്ല കുടുംബം തകർക്കുള്ളൂ. ഐഡിയ.
അത് ആക്ച്വലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടറിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് തരും, ആ ട്രാക്കിനകത്ത് നമ്മൾ ലിറിക് എഴുതുന്ന ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. പണ്ടത്തെ പോലെ അല്ലല്ലോ, ആദ്യം ലിറിക് എഴുതി അതിന് മ്യൂസിക് ഇടുമല്ലോ. അപ്പോൾ ഈ ട്രാക്ക് ആക്ച്വലി ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടറിന്റെ പേര് ഗൗതം എന്നാണ്. അപ്പൊ ഗൗതമാണ് ഞങ്ങൾക്ക് ഈ ട്രാക്ക് അയച്ചത്. ഞങ്ങളുടെ എല്ലാ പാട്ടും ഗൗതമാണ് ചെയ്തിരിക്കുന്നത്. ഒരു യങ് ബോയ് ആണ്, ലൈക്ക് 21 ഇയേഴ്സ് ഓൾഡ്. അപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, 5 വർഷം മുമ്പ് തൊട്ട് ഹി വാസ് വിത്ത് അസ്. അപ്പോൾ പുള്ളിക്കാരൻ ആ സമയത്ത് എന്ത് ഏജ് കാണും. അപ്പോൾ ഗൗതമിനെ കുറിച്ച് ഞങ്ങളിലേക്ക് ഗൗതം വരുന്നതിന് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ആദിത്യയാണ്. അതൊരു ആക്ച്വലി ഒരു ഫണ്ണി സ്റ്റോറിയാണ്. ഹി ക്യാൻ ടെൽ. സോ നമ്മളിപ്പം ഫസ്റ്റ് നമ്മൾ വോയിസ് ഓഫ് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ കോഡിന്റെ സമയത്ത് നമ്മളിങ്ങനെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ലിറിക്സ് ഓൾമോസ്റ്റ് സെറ്റ് ആയിരുന്നു. ഈവൻ ഹം ട്യൂൺ എവറിത്തിങ് വാസ് സെറ്റ്. നമുക്കിപ്പോൾ ഒരു ട്രാക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അറിയാവുന്ന ആകെപ്പാട ഒരാളുണ്ടായിരുന്നത് ഗൗതമായിരുന്നു. ഏരിയ ബോയ്സ്. അപ്പം ഇങ്ങനെ ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത് തന്നെയാണ്, വീട്ടിൻ്റെ അവിടെ പോയിട്ട് വന്ന് നോക്കിയാലോ എന്ന് കരുതി ഇങ്ങനെ വരാൻ ഇങ്ങനെ ഇരിക്കുക നമ്മളെല്ലാവരും കൂടെ. അപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സൈറ്റിൽ ഇങ്ങനെ മറ്റേ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ചേട്ടാ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളെ. അപ്പം പിന്നെ നമ്മള് അപ്രോച്ച് ചെയ്താണ് എന്ന് വെച്ച് ഞാൻ മോനെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് വന്നേരെ. അപ്പോൾ ഗൗതം ലൈക്ക് ഇൻഡിവിജ്വലി മൂപ്പരും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. കമ്പോസ് ചെയ്യണം, സോങ് ചെയ്യണം, അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡ്രംസ് വായിക്കുമായിരുന്നു. ഡ്രംസ് ആണ് ആകെയുള്ള ഒരു മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ നമ്മുടെ ഈ ഐഡിയ കൺവേ ചെയ്തപ്പം ആൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, ഇത് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ആകെ ഡ്രംസ് മാത്രം അറിയുന്ന ആൾ പോയി പ്രൊഡക്ഷനെ പറ്റി പഠിക്കുന്നു, പ്രോഗ്രാമിങ്ങിനെ പറ്റി പഠിക്കുന്നു, കുറച്ച് സോഫ്റ്റ്വെയർസ് പഠിക്കുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഗൗതത്തിൻ്റെ ആക്ച്വലി പ്ലാൻ എന്ന് വെച്ചാൽ +2 കഴിയുന്നു, BCom ചെയ്യുന്നു, MCom ചെയ്യുന്നു, അങ്ങനെ പോകാൻ നിന്നൊരു മനുഷ്യനെ ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് കുഴി കൊണ്ട് ചടിച്ചാൽ അതെ, ഏതാണ്ട് അങ്ങനെ പറയാം. അപ്പോൾ എന്നിട്ട് പിന്നെ അവൻ നമ്മുടെയും കൂടെ ഒരു മോട്ടിവേഷൻ, ആള് ഇൻഡിവിജ്വലി ഇൻട്രസ്റ്റ് ആണ്, നമ്മുടെയും കൂടെ ഒരു പുഷും കൂടെ ആയപ്പോൾ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യുന്നു, ചെന്നൈയിൽ, പ്രോഗ്രാമിംഗ് ആൻഡ് പ്രൊഡക്ഷൻ പഠിക്കാൻ. അങ്ങനെ അവൻ പോകുന്നു. അപ്പോൾ ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ആൾ എത്തി നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ കിഷ്കിന്ദാകാന്ഡം നമ്മുടെ എക്കോ ഒക്കെ ചെയ്ത മുജീം ബജീൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇപ്പം ആള് കൊച്ചിയിൽ പ്ലേസ്ഡ് ആയി. അപ്പോൾ അങ്ങനെ കൂട്ടത്തിലുള്ള ഒരാളിപ്പം വലിയൊരു നില നിൽക്കില്ലേ. കുറച്ച് നാൾ മുമ്പ് വരെ അവന്റെ അച്ഛനെയും അമ്മയും നമുക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരാളെ നമ്മൾ കണ്ടു. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ലൈക്ക് ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അവൻ നല്ലൊരു പൊസിഷനിലേക്ക്. ഒബ്വിയസ്ലി നമുക്ക് ഇപ്പം എക്കോ തന്നെ ഇപ്പം നിറഞ്ഞ സദസ്സുകളിൽ ഓടിക്കൊണ്ടിരിക്കും. പലരും പടം കണ്ടിട്ട് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റഫാന്നാണ് ആൾക്കാർ. അപ്പം നമുക്കതിൽ ഒരു ആ മ്യൂസിക്കിന്റെ ഏതോ ഒരു അറ്റത്ത് നമ്മുടെ ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ഓക്കെ, സോ come to Anusri. Yes. How you will enter the stage? Okay, so it was a very random audition. So since I am an actor, I have to give a lot of auditions which I cannot keep track of. And I love learning languages. So I started off my acting career in Bangalore with Kannada. Okay. So I learned Kannada first. Other than that, I am a native Hindi speaker, so I obviously do Hindi and English. But then I have a lot of friends who are Malayalis. Lots of them. Guys, ഇതിന് സബ്ടൈറ്റിൽ താഴെ വരും കേട്ടോ. നിങ്ങളെ പോലെ തന്നെ ഞാനും, എനിക്കിപ്പോൾ ആദ്യം മനസ്സിലാവുന്നുണ്ട്. So they always talking Malayalam around me, and they always made sure that I understood. So I sort of started getting a hold of the conversations. So I can understand what exactly you're talking about. So they would drag me to movies also. They would always drag me to movies, any new movie which is coming out in Malayalam. So I started having like huge admiration for Malayalam movies a lot. And I thought, okay, this is pretty great. If I learn this language, I would love to work with these people. So I did. I started putting extra effort to understand and to talk also. So I came across a few people in my theatre group who have worked with Banana Tree Media. So I asked them that, hey, how was your experience and stuff. So I followed them on their Instagram page, and they had a posting for lead actress, lead
needed for a music video. I reached out to them. I told them, hey, I'm not fluent in Malayalam, so maybe if there is anything that I can participate in. So they got back to me. They said that there is a music video, you don't have to say any dialogues, so works. വായ തുറക്ക. So I was like, okay, this is exciting. So yeah, the usual process. I gave my profile, and it got shortlisted. And yeah, the shoot was very, very fun. This was the first time I've done a romantic shoot also. I was okay with it because I've been training for a while. For 2 years I've been training. So the intimacy part, that was not an issue at all. And he's also pretty experienced in terms of doing acting on camera. So it was very easy. The team was very easy to gel with, and I think we built a very good rapport also, despite the language barrier. So you are perfectly okay with the team. Yeah, perfectly okay, because I feel art should not have borders and languages. Similarly, music does not have borders and languages. That's why I can listen to this song multiple times. And you will also again go YouTube and watch. Views. എടാ പറടാ. സോ AKB സുഖാണോ? സുഖമായിട്ടിരിക്കും. ഓക്കെ. തീരെ ആക്ച്വലി അത് ഞാൻ ആ ഒരു മന്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ കൊച്ചിയിൽ ഒരു ഓഡീഷൻ പോയി, സെലക്ട് ആയി. അപ്പോൾ അവരെന്നോട് പൈസ ചോദിച്ചു. പൈസ ചോദിക്കുമ്പോൾ അറിയാലോ ഉടായിപ്പാണ്. അപ്പം ഞാനത് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പാൽത്തു ജാൻവറിന്റെ ഡയറക്ടറുണ്ട്, ബേസിൽ നായകനായിട്ടുള്ള സംഗീത് പി രാജ. അപ്പം ഞാനിങ്ങനെ ബാംഗ്ലൂർ ഇങ്ങനെ ഫ്ലാറ്റ് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ കാസ്റ്റിംഗ് എല്ലാം അയച്ചു കൊടുത്തിട്ട് അവരെന്നെ വിളിക്കുന്നത്. സെലക്ട് ആയി. എൻ്റെ നാട്ടിൽ തന്നെ ഷൂട്ട്. അപ്പോൾ അതിനകത്ത് 24 days ഷൂട്ടുണ്ട്. അപ്പോൾ അതിൽ കോൺട്രാക്റ്റ് ഒക്കെ ഒപ്പിടണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഭയങ്കര ഹാപ്പിയായി. അതിൻ്റെ ആവശ്യത്തിന് നാട്ടിൽ ചെന്നപ്പോഴാണ് സംഭവം ഔട്ടായി. ക്ലീൻ ബൗൾഡായി. പ്രൊഡക്ഷൻ്റെ ടീമിൽ നിന്ന്, പ്രൊഡ്യൂസേഴ്സിൻ്റെ ടീമിൽ നിന്ന് വേറൊരാളെ കാസ്റ്റ് ചെയ്തു. അപ്പം അതിൽ നിന്ന് ഞാൻ നാട്ടിൽ നിൽക്കുമ്പോഴാണ് ബനാന ട്രീ മീഡിയ എന്ന്. അപ്പം ഞാൻ ആക്ച്വലി ബനാന ട്രീ മീഡിയക്ക് ഓൾറെഡി കാസ്റ്റിംഗ് കോളിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ബനാന ട്രീ മീഡിയ എന്ന് എന്നെ വിളിക്കുക, ഇന്നോലൊരു വർക്കുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞു ഓക്കെ. കാരണം നമ്മൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നൊരു സംഭവമാണ്. സിനിമയോ ഷോർട്ട് ഫിലിമോ ആൽബമോ എന്തോ ആയിക്കൊള്ളട്ടെ, ആസ് എൻ ആസ്പയറിങ് ആക്ടർ എനിക്ക് നല്ല പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത്രയും എൻ്റെ ഒരു കൺസെപ്റ്റിൽ വലിയൊരു ടീം, ബാംഗ്ലൂർ ബേസ്ഡ് വർഷങ്ങളായിട്ടുള്ള ഒരു ടീമിൽ നിന്നൊരു കോള് വരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. ആക്ച്വലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഹാപ്പി ആയിട്ട് ഞാൻ അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ അവിടെ നിന്ന് വന്നു. പിന്നെ ഒരു മീറ്റിംഗ് വെച്ച് എല്ലാവരും ഭയങ്കര ചില്ല്, ഡയറക്ടേഴ്സ് ആണെങ്കിലും ഭയങ്കര ചില്ല്. എനിക്കപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. കാര്യം വെച്ചാൽ ഒരു വലിയ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം എങ്ങനെയാണ് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര സ്മൂത്തായിരുന്നു. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അങ്ങനെ ഭയങ്കര ഹാപ്പി ആൻഡ് ചില്ലായിട്ടാണ് സംഭവം കംപ്ലീറ്റ് ആയത്. ഓക്കെ. സോ ലൈക്ക് ഇവരിപ്പം ടീം പറഞ്ഞില്ല, ഇപ്പം ശ്രീറാം അല്ലെങ്കിൽ എൻ്റെ ക്രൂ വന്നിട്ട് ടീം പറയുകയാണ് ലൈക്ക് ഇതുപോലാണ് ഇതുപോലൊരു സംഭവമാണ്. പക്ഷെ ഇപ്പോൾ അനുശ്രീ വരുന്നത് ഒരു എന്താ പറയുന്നത്, ഒരു തന്നെ മരിച്ചുപോയ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ എന്തോ അതിൽ ടീം ഉദ്ദേശിക്കുന്ന ഒരു ഇതായിട്ടല്ലേ. സോ ബട്ട് യു നീഡ് ടു ക്യാരി ദ ഹോൾ മൂവി അല്ലെങ്കിൽ ഹോൾ ദ സോങ്. അത് എത്രത്തോളം ഡിഫിക്കൽട്ടായിരുന്നു? കാരണം ഒരേ സമയത്ത് നമ്മൾ പല ഇമോഷൻസ് കൊണ്ടുവരണം. ഇറ്റ്സ് നോട്ട് ഈസി ആക്ച്വലി. ഇതൊരു മ്യൂസിക് വീഡിയോ ആണ്, ഡയലോഗ് ഇല്ല, കറക്റ്റാണ്. പക്ഷെ നമ്മൾ ഡയലോഗ് ഇല്ലാത്തത് ഒരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? നമ്മൾ ഫുള്ള് ക്യാരി ത്രൂ ചെയ്യണം നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ. ആക്ച്വലി അത് വലിയൊരു ഫാക്റ്റാണ്. കാരണം വെച്ചാൽ ഡയലോഗ്സ് ഇല്ലാതെ ഇപ്പം ഇതിൻ്റെ ഒരു മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ കയ്യിൽ ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് ഒരു വിഷ്വൽ ഉണ്ട്. അവനാണെങ്കിൽ ഓക്കെ പറയത്തുമില്ല. അപ്പൊ ഞാനാണ് ആക്ച്വലി വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ടെൻഷനാണ്. കാരണം വെച്ചാല് ഞാനിങ്ങനെ ഒരു ഷോട്ട് കഴിയുമ്പം ഇങ്ങനെ പുള്ളിയുടെ ഫേസിലോട്ട് നോക്കും, ഡയറക്ടർ സാറിന്റെ. പുള്ളിയുടെ ഫേസിലോട്ട് ഇങ്ങനെ നോക്കിയിട്ട് നല്ലതാണോ ചീത്തയാണോ ഒന്നുകൂടെ ചെയ്യണോ എന്നുള്ള രീതിയിൽ ആ ടെൻഷനായി. അപ്പൊ ഈ താടിയിൽ ഇങ്ങനെ ഒരു ചൊറി ഉണ്ടാവും. ഇത് കാണുമ്പോഴാണ് സെറ്റാണ് ഇങ്ങനെ അങ്ങ് പറയും. എന്നിട്ട് സെറ്റാണെന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെ, അതാണ് പുള്ളിയുടെ രീതിയാണ്. സെറ്റാണ് എന്ന് പറയുമ്പോൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ചില്ലാണ്. അപ്പം നമുക്കൊരു ഓക്കെ ഇതാണ്. പിന്നെ ഓരോ വർക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ ഓരോ ക്രൂ ആണെങ്കിലും, ഇപ്പോൾ DOP ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും ഇവരെല്ലാം ഫുള്ള് നമ്മളൊരു രാത്രി ഉണ്ടായിരുന്നു ആക്ച്വലി അല്ലേ, ഒറ്റ നൈറ്റ് ഷൂട്ടായിരുന്നു. അപ്പം പിന്നെ എല്ലാവരും, അതായത് പ്രൊഡ്യൂസേഴ്സും സിംഗറും എല്ലാം അവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് വേണോ,
നമ്മളൊന്ന് ടയേർഡ് ആകുമ്പോൾ തന്നെ ഇവരെല്ലാം വന്ന് നമ്മുടെ കൂടെ നിൽക്കുക, ഫുഡ് കറക്റ്റ് സമയത്ത് വരുന്നു. സാധാരണഗതിയിൽ ചില വർക്കിനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അതൊക്കെ പാടായിരിക്കും, ഷൂട്ട് മൊത്തം കഴിഞ്ഞൊക്കെ ആയിരിക്കും. ആ പ്രൊഡ്യൂസേഴ്സിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തും പോഡ്കാസ്റ്റ്. ഐ മീൻ ഇവര് തന്നെ, ഇവര് 3 പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തോട്ടെ, ഇത് ഫ്രീ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, കം ടു ദ പോയിന്റ്. അപ്പം എൻ്റെർലി ഡിഫറെൻ്റ് ഒരു ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അപ്പം പുള്ളി ഡയറക്ടറിൻ്റെ ഒരു ഇതാണ്, പുള്ളിയാണ് കമാൻഡ്. അപ്പം ഞാനിങ്ങനെ ഓരോ ഷോട്ട് കഴിയുമ്പോൾ നോക്കും ഓക്കെ ആണോ, DOPയുടെ മുഖത്ത് ശ്രദ്ധിക്കും. ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മെയിൻ DOP എന്ന ഡയറക്ടർ. അപ്പോൾ ഇവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്നൊക്കെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിയുമ്പോൾ പുള്ളി വന്നിട്ട് ഓക്കെ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബൂസ്റ്റ് ആവും, ഒരു ബൂസ്റ്റാണ്. പിന്നെ നമ്മളോട് വന്നിട്ട് എത്ര ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിലും വന്ന് കാര്യം കൺവേ ചെയ്യും, എടാ ഇതങ്ങനെയാണ്, ആ ഒരു സാധനം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതൊരു ഇമ്പോർട്ടൻ്റ് അല്ലേ, കാരണം നമ്മൾ ചില ഡയറക്ടേഴ്സ് ഉണ്ട് ലൈക്ക് നമ്മുടെ അടുത്ത് വന്നിട്ട് തായ്ന്തോ കാണിക്കുന്നേ, അപ്പോൾ നമ്മുടെ കോൺഫിഡൻറ്റ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോ. ചിലർ ശരിയാ നമ്മൾ ചെയ്യുന്ന തെറ്റാണെങ്കിലും വന്നിട്ട് ഇങ്ങനെയല്ല നമ്മൾ ചിലപ്പോൾ ഓ ഇവർക്ക് വേണ്ടി ഒന്നുകൂടെ ചെയ്യാന്ന് ആ ഒരു കാര്യം, അത് നമ്മൾ ആക്ടറിനല്ലേ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ചെയ്യും. ഞങ്ങളുടെ ഡയറക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നോ പറയാൻ പറ്റില്ല. കാരണം അത്ര കൺവിൻസിംഗ് ആയിട്ട് കൺവിൻസിംഗ് സ്റ്റാർ പോവാം, നമുക്ക് ഒരെണ്ണവും കൂടി അത് നമ്മൾ എസ് പറഞ്ഞേ പറ്റൂ. അതായത് എൻ്റെ ഒരു കൺസെപ്റ്റ്, ഡയറക്ടർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ടീമുമായിട്ട് ചെയ്യുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ട്, ഇപ്പോൾ നമ്മളൊരാളെ പറ്റി ഹൈപ്പ് ചെയ്ത് പറയില്ല, അതായത് ഒരു ഫുൾ ക്രൂവിനെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരാളാണ് ഡയറക്ടർ. അപ്പോൾ പുള്ളി ആങ്കർ ആയിക്കഴിഞ്ഞാൽ അല്ലെ പുള്ളിയുടെ മൂഡ് പോയി കഴിഞ്ഞാൽ അത് എല്ലാവരും എഫക്റ്റ് ചെയ്യും. ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ് പേഷ്യൻസ് എന്ന് പറയുന്ന സാധനം. ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. കാരണം അവിടെ ആ ഒരു വളരെ ടാക്ടിക്കലായിട്ട് ഇതെൻ്റെ വർക്കാണ്, ഞാനിവിടെ ഒരു എൻ്റെ മൂഡ് മാറിയാൽ അത് ഫുൾ മൈൻഡ് സെറ്റ് പോകും എന്നുള്ള രീതിയിൽ വളരെ ടാക്ടിക്കലായിട്ടായിരുന്നു നമ്മുടെ ഇതിൻ്റെ ഡയറക്ഷൻ. ഫഹദ് ഇത് കൈകാര്യം ചെയ്യും. അത് ആക്ച്വലി ഈ പോഡ്കാസ്റ്റിൻ്റെയും ഡയറക്ടർ ഫഹദിക്ക തന്നെയാണ്. അതുകൊണ്ട് ഫഹദിക്ക ഇവിടെ ഇരുത്തിയിട്ട് സംസാരിക്കുകയൊന്നുമല്ല, പക്ഷേ ഇത് ബ്രില്യൻ ഡയറക്ടർ ആക്ച്വലി. സോ കൺവിൻസിങ് ആണ്, ഭയങ്കര കൺവിൻസിങ് ആണ് പുള്ളി. So he said that right, he's extremely patient. Extremely. കറക്റ്റ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറയ്ക്കുമ്പോൾ മറ്റേ ബാത്റൂമിൽ നിന്ന് മറ്റേ ഈ ബക്കറ്റോടെ സൗണ്ടൊക്കെ കേൾക്കാം, പക്ഷെ നമ്മുടെ മുമ്പിൽ ഭയങ്കര പോവാം സമയമുണ്ട്, വെയിലുദിച്ച് മറ്റേ കിഴക്കിൽ വന്നാലും സമയമുണ്ട്, ആ ഒരു വൈബാ. അതായത് പക്ഷെ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരേ ഫോമിൽ ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ്, പേഷ്യൻസ് ആണെങ്കിലും എനർജി ആണെങ്കിലും ഫുൾ ക്രൂ. അതിപ്പം വിനീഷേട്ടനൊന്നും ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും ആ ഒരു ഫോമിൽ നിന്നു. അല്ല ഞാനൊന്നുണ്ടായിരുന്നു, ഞാനതുകൊണ്ടാണ് പറയുന്നത്, ഞാനൊന്നുണ്ടായിരുന്നു ലൈക്ക് ഇവൻ്റെ ഇൻഡിവിജ്വൽ, ലൈക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഡയറക്റ്റ് ചെയ്യാറുണ്ട്, ബട്ട് അവൻ്റെ ഇൻഡിവിജ്വൽ ഡയറക്ഷനാണ്. പക്ഷെ അപ്പം ഞാൻ അധികം അതിനകത്ത് അറിഞ്ഞില്ല, ഞാൻ ഓൺലി ഐ എം മോർ അബൌട്ട് ആക്ടിങ്. സോ അല്ല മീൻസ് എന്ന് വെച്ചാൽ ഞാൻ ആക്ട് ചെയ്യുന്നല്ല, എനിക്ക് പെർഫോമൻസ് ആണ് കുറച്ചുകൂടെ ഞാൻ ഡെറിവേറ്റ് ചെയ്യുന്നത്, എൻ്റെ പാർട്ടും എനിക്ക് ഇഷ്ടം അതാണ്. ലൈക്ക് ആ പെർഫോമൻസ് മെച്ചപ്പെടുത്തണം ആക്ടേഴ്സിൻ്റെ എന്നുള്ള രീതിയിൽ എപ്പോഴും നോക്കുന്നത്. സോ ഞാനപ്പം അത് ഇപ്പം ഇവനായാലും അങ്ങനെ ആയാലും ഒരു ഓക്വേർഡ് എക്സ്പ്രഷൻ കൊടുക്കുമ്പോൾ ലൈക്ക് യു ക്യാൻ ഡു ലൈക്ക് ദിസ്, യു ക്യാൻ എന്ന് വെച്ചാൽ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ എനിക്കറിയാം ഇറ്റ്സ് എ മൂവി ഓഫ് ഫഹദ്, അല്ലെങ്കിൽ മൂവി തന്നെ ഞാൻ പറയാൻ കാരണം ഇത് അവൻ അത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഫ്രം ദ ബിഗിനിങ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില സമയത്ത് ഞാൻ വീട്ടിലൊക്കെ പോകുമ്പം ശ്രീറാമിൻ്റെ ലിറിക്സ് ഇങ്ങനെ വെച്ചിട്ട് ഇവനിങ്ങനെ ഓരോ ലൈൻ്റെ അർത്ഥം നോക്കിയിട്ട് അതിൻ്റെ സീൻ ഇങ്ങനെ ഓക്കെ ഇവിടെ ഇങ്ങനെ ചെയ്യാം, ഇതിനിങ്ങനെയല്ലേ അർത്ഥം, ഞാൻ ഇതുവരെ ഫഹദിക്ക് അങ്ങനെ കണ്ടിട്ടില്ല, മനസ്സിലായില്ല, ഇങ്ങനെ ഡെറിവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം, ഓക്കെ ഇതിങ്ങനെ ചെയ്യാം. അപ്പം അവനൊരു കോൺസെപ്റ്റ് നേരത്തെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇത് വേണം. സോ അതെന്തോ എന്ന് വെച്ചാൽ ആ കോൺസെപ്റ്റ് ഇപ്പോൾ മനസ്സിലായി ആയിക്കോട്ടെ അനന്തു ആയിക്കോട്ടെ, ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ക്യാരി ത്രൂ ചെയ്ത് വിത്ത് ദയമയം. സോ അതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ആ വിഷ്വലായിട്ട് വന്നല്ലോ ഒരു നമ്മുടെ ആ തിര എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പോൾ ഫൈനലി ഔട്ടായി. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൈക്ക് നമ്മളൊരു ലിമിറ്റഡ് സ്പേസിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, ഒരു ലിമിറ്റഡ് ഒരു ലൈറ്റിങ്ങിലും ഒരു സെറ്റപ്പിലാണ് ഷൂട്ട് ചെയ്തത്. പക്ഷേ കുറേ ആൾക്കാർ കണ്ടവരൊക്കെ എന്നോട് പേഴ്സണലായിട്ടും പറഞ്ഞത് എടാ ദിസ് ഈസ് ഹാവ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി സൂപ്പർ എന്നതിനകത്തൊക്കെ പകരം ആൾക്കാർ ഓർത്തില്ലേ എടാ ഇറ്റ് ഈസ് ടച്ചിങ്, ഇറ്റ് ഹാസ് സംതിങ് എന്ന് പറയുന്ന അതാണ് ഏറ്റവും വലിയ സംഭവം. കാരണം എന്ന് വെച്ചാൽ അപ്പം നമ്മൾ ഉദ്ദേശിച്ച സാധനം നമ്മൾ വെച്ച സാധനം ലൈക്ക് എത്തിയിട്ടുണ്ട്. അതിൽ ഗൈസ് യു ആർ വെരി ലൈക്ക് കൺഗ്രാജുലേഷൻ യു. MIM-ന്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ മ്യൂസിക്കും പ്രൊഡക്ഷനും നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ ഞങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു BTM-നോട് വർക്ക് ചെയ്യാനും ഈവൻ ഫഹദിനോട് വർക്ക് ചെയ്യാനും. ലൈക്ക് ഫഹദ് ഈസ് എ പാർട്ട് ഓഫ് BTM അല്ലേ, അപ്പോൾ എവറി പോയിന്റ് ഈച്ച് പോയിന്റിൽ ഫഹദ് വന്ന് നമ്മളോട് കംഫർട്ടബിൾ അല്ലേ, ബഡ്ജറ്റിന്റെ കേസിലായാലും അല്ലെങ്കിൽ ഷോർട്ട് വൈസ് ആയാലും എന്തെങ്കിലും ഉണ്ടോ സജഷൻ, ബിക്കോസ് നമ്മൾ ഈ പാട്ടിനകത്ത് ഫുള്ള് അറിയാവുന്നതുകൊണ്ട്
വി കൺവേഡ് ദ കറക്റ്റ് ഇമോഷൻ ടു ഫഹദ്. പിന്നെ അവിടുന്ന് ഫഹദാണ് നോക്കിയത്. അപ്പോൾ ഫഹദ് എപ്പോഴും ചോദിക്കും ഇത് കറക്റ്റ് ആണ്. യെസ്, വെരി മച്ച് സാറ്റിസ്ഫൈഡ്. BTM-ഉം മിമ്മും എങ്ങനെയാണ് ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ ആദിത്യ, ഞങ്ങളുടെ എല്ലാ കണക്ഷനും പുറകിൽ ആദിത്യയാണ്. നേരത്തെ ഗൗതം BTM-ഉമായിട്ടും ആദിത്യ തന്നെയാണ്. ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട് ഇതിന്റെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് സോങ് റിലീസ് ചെയ്ത് ഇറ്റ് വാസ് എ തമിഴ് സോങ്. സോ അതിൻ്റെ അത് ഭയങ്കര ഫഹദിനാണല്ലോ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സോ വി വർക്ക് ഇൻ ദ സെയിം ഏജൻസി, വി യൂസ് ടു വർക്ക് ഇൻ ദ സെയിം ഏജൻസി മോർ ദാൻ ഹി വാസ് കേട്ടോ ഇംഗ്ലീഷ് ഞങ്ങളുടെ ഞങ്ങള് ഇത് തേർഡും ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാലാമത്തെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിരുന്നു. എന്ന് വെച്ചാൽ മ്യൂസിക് സീക്വൻസിങ്ങും നമ്മുടെ എല്ലാം മാസ്റ്ററിങ് മാത്രമേ പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമുക്ക് ഒരു റോ കട്ട് ഉണ്ടായിരുന്നു നമ്മുടെ ആ മ്യൂസിക്കിന്റെ. അപ്പം ഇത് ഞാൻ ഫഹദിനെ കേൾപ്പിച്ചായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഇതൊരു പുതിയ സംഭവം വരുന്നുണ്ട്, ചുമ്മാ ഒന്ന് കേട്ട് നോക്ക്, എന്തെങ്കിലും ഉണ്ട് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റേണലി നമുക്ക് 4 പേർക്ക് 5 പേർക്ക് മാത്രമേ ഇത് സർക്കുലേറ്റ് ഒന്നും ചെയ്തില്ല. അപ്പൊ ഞാനിങ്ങനെ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ആയിക്കോട്ടെ ഫഹദിനെ കേൾപ്പിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു റോ ഫീഡ്ബാക്ക് തരും. ഈവൻ ദോ അതെ ഒരു തേർഡ് പെർസ്പെക്ടീവ് വ്യൂ കിട്ടൂല നമുക്ക്. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് മുഖത്ത് നോക്കി പറയും. അതെ കറക്റ്റ്. അപ്പൊ അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരാളോട് ഇങ്ങനെ ചുമ്മാ കേൾപ്പിക്കുവാണെങ്കിലും ഭയങ്കര ഫീലോടെ കേട്ട് നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ ചേഞ്ച് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സിലാവും. അവരുടെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ നല്ലൊരു ഇതായിരുന്നു. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോ ഓക്കെ ഈവൻ അത് കഴിഞ്ഞപ്പോൾ അവന്റെ ഒരു ഫീഡ്ബാക്ക് ആണെങ്കിലും നല്ലൊരു ഇതായിരുന്നു. അപ്പൊ പിന്നെ ഐ തിങ്ക് ദിസ് വാസ് അറൌണ്ട് ലൈക്ക് 6 months ബിഫോർ. നമ്മൾ ഇങ്ങനെ കുറെ ഒരു ചെറിയൊരു ഭയങ്കര നീണ്ടുപോയ ഒരു പ്രൊജക്ട് ആണ് ഇത്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓക്കെ നമ്മൾക്ക് വീഡിയോ എടുക്കാം എന്നൊക്കെ റെഡിയായി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഡയറക്റ്റ്ലി നമുക്ക് ഫഹദിനെ എടുക്കാം. പിന്നെ അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ BTM-ലേക്ക് വന്നു. അപ്പൊ പിന്നെ അവിടുന്ന് ആ പ്രോജക്റ്റ് MIM-ന്റെ കയ്യിൽ നിന്ന് കുറച്ചുകൂടി വലുതായി. ലൈക്ക് വീഡിയോയുടെ പോർഷൻ വന്നിട്ട് BTM വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ്. അപ്പൊ അങ്ങനെ വന്നിട്ട് വലുതായി. പിന്നെയാണ് നമ്മൾ കാസ്റ്റ് ആൻഡ് ക്രൂ ലൈക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാം സെറ്റായി, നമ്മുടെ എങ്ങനെ ഷൂട്ട് ചെയ്യണം ഒക്കെ ആയി. നെക്സ്റ്റ് ബിഗ് തിങ് കാസ്റ്റ് ആണ്. അപ്പോൾ കാസ്റ്റ് എനിക്ക് തോന്നുന്നു വൈശാഖ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാസ്റ്റിംഗ് മാനേജർ കേട്ടോ. ലൈക്ക് വൈശാഖ് തന്നെ ഫസ്റ്റ് 2-3 ഓപ്ഷൻസ് തന്നെ നിങ്ങൾ ഓക്കെ ആയിരുന്നു തോന്നുന്നല്ലേ ആക്ച്വലി? യെസ്, എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ അധികം നമ്പേഴ്സ് പോയിട്ടില്ല അതാ ഞാൻ പറഞ്ഞത്. ആക്ടറിന്റെ ഏകദേശം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചോയ്സിൽ തന്നെ ഓക്കെ ആയിരുന്നു തോന്നുന്നു. എനിക്ക് എന്നോട് വൈശാഖ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ വൈശാഖ് പറഞ്ഞതും വൈശാഖ് ആദ്യം AKB വിളിച്ചേ. വൈശാഖ് AKB വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് എന്നിട്ട് അവർക്ക് അയച്ചു കൊടുക്കാം, അങ്ങനെ കൺഫേം പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അയച്ചു കൊടുത്തിട്ട് അവരെന്ത് പറയുന്നത് നോക്കിയിട്ട് അവർ കോൺടാക്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെ AKBയും അനുശ്രീയും നമ്മുടെ പാട്ടിലേക്ക് വന്നു. ഞങ്ങളുടെ എല്ലാ മീറ്റിംഗ്സും നടന്നത് സോൾട്ട് മാംഗോ ട്രീ ഒരു യെസ്. അങ്ങനെ നമ്മള് മീറ്റിംഗ് ഒരു 2-3 എക്സാക്ട്ലി. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ കമന്റ് ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റ്. നമ്മളപ്പോൾ മ്യൂസിക് വീഡിയോയുടെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം. സോ എല്ലാവരും പോയി കാണുക. ഇറ്റ്സ് എ പീസ് ഓഫ് വർക്ക്. ഞങ്ങളൊന്നും പറയുന്നത് കേട്ടിട്ട് പോകണ്ട, നിങ്ങളവിടെ പോവുക, ഫ്രഷ് ആയിട്ട് പാട്ട് കേൾക്കുക, നിങ്ങളുടെ കമൻസ് ഫീഡ്ബാക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ. ശ്രീരാഗാണ് പാട്ട് പഠിക്കുന്നത്. സോ അപ്പം ഒരു കൊണ്ടുവരുന്നു, നിങ്ങളെല്ലാം ടീമാണ്, നിങ്ങൾ ഡിസ്കസ് ചെയ്ത എല്ലാം ഇതാണ് കൊണ്ടുവരുന്നത്. ലൈക്ക് എന്നാലും നമുക്കൊരു ഇപ്പോൾ ശ്രീരാഗാണ് പാട്ടുകാരൻ എങ്കിൽ പോലും ഒരു ചോദ്യം ഉണ്ടാവില്ലേ, എടാ ഇതെനിക്ക് പറ്റൂ. ലൈക്ക് നമുക്ക് കൺവേ ആവുന്നൊരു പ്ലേസ് ഉണ്ടാവുമല്ലോ, ഓക്കെ ഇത് എന്നെ കൊണ്ട് പറ്റൂടാ, ഐ ക്യാൻ ടേക്ക് ഓവർ എന്നുള്ള ആ ഒരു പോയിന്റ് എപ്പോഴായിരുന്നു? സിംഗിനെ പറ്റിയാണോ ചോദിക്കുന്നത്? ഒബിയസ്ലി നീയല്ലേ പാടി. ഇവ കുറച്ച് ഇൻട്രോവേർട്ടാണ് കഴിച്ചത്, അതുകൊണ്ടാണ് പറഞ്ഞു. ഇത് എന്നെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡൗട്ട് എല്ലാ 4 സോങ്ങിൻ്റെ സമയത്തും ആദ്യം എനിക്കുണ്ടായിരുന്നു. ഡൗട്ട്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ സ്ഥിരമായിട്ട് പാട്ട്. സോ നമുക്ക് ആ ഡൗട്ട് ആദ്യം തീർക്കാം, എന്നിട്ട് ശ്രീരാഗ് ആ പാട്ടങ്ങ് പാടിക്കും, എന്നിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. ഓക്കെ. തിരയോ? തിര 4 വരി. ഓക്കെ. ലിറിക്സ് കുഴപ്പമില്ല. ഓക്കെ. ഈറൻ കാറ്റിൽ പകലും മിരവായി നേരം ഇതിൽ നാം ഇന്നൊന്നാകയായി
ബാക്കി ലിറിക്സ് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. ഞാൻ ലിറിക്സ് കുഴപ്പമില്ല, ഇത് നമുക്ക് ട്രെയിലറിൽ കണ്ടിട്ട് ബാക്കി പടം നിങ്ങൾ ആ ചാനലിൽ പോയിട്ട് മ്യൂസിക് വീഡിയോ കാണൂ എന്ന് പറഞ്ഞിടാം. ബാക്കി യൂട്യൂബിൽ പോയി കാണാം. ഓക്കെ, അപ്പോൾ വേറൊരു പാട്ട് പാടില്ല. പാട്ട് പാടാതെ വീടില്ല. ആദ്യമായിട്ടാണ് ഒരു പാട്ടുകാരനെ കിട്ടുന്നത്. ഇതുപോലെ 4 വരി ഞാൻ ഇതിന് മുമ്പത്തെ ട്രാക്ക് പാടാം. ഓക്കെ, അതിന്റെ പേരെന്തായിരുന്നു? അൻപോൾ അഴകോവൾ ഒരു തമിഴ് സോങ് ആണ്. അതും ശ്രീറാം തന്നെ എഴുതിയിരിക്കുന്നത്. മൾട്ടി തമിഴ് ഞാൻ പഠിച്ചതൊക്കെ തമിഴ്നാട്ടിലാണ്, അപ്പോൾ എനിക്ക് തമിഴ് അറിയാം. അടിപൊളി സെറ്റ്. അത് ഒരു ലിറിക്കൽ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതും ഈ YBTM എന്നുള്ളൊരു കണക്ഷൻ അവിടെയും കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് സോങ് എന്ന് പറയുന്ന ഒരു റാപ്പാണ്, പ്യുവർ റാപ്പാണ്, വോയിസ് ഓഫ് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ അഭിനയിച്ചത് ശ്രീറാം ബ്രോ ആണ്, നമ്മുടെ തന്നെ ക്രൂവിലുള്ള ആളാണ്. സെക്കൻഡ് എഗെയിൻ ഒരു റാപ്പാണ്, കണക്റ്റഡ് ടു റേസിസം. അതിൽ അഭിനയിച്ചത് നമ്മളൊക്കെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ തേർഡ് സോങ് വന്നപ്പം ഒരു മെലഡി ചെയ്യാമെന്നുള്ളൊരു പ്ലാൻ. അത് ഒരു റൊമാൻറ്റിക് മെലഡിയാണ്, തമിഴ് സോങ് ആണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഇതേപോലെ പുറത്തുനിന്ന് ആൾക്കാരെ അഭിനയിപ്പിക്കണമെന്നുണ്ട്, പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കണക്ഷൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ഒരു ലിറിക്കൽ വീഡിയോ ആക്കി. അതിൻ്റെ ഔട്ട്പുട്ട് വളരെ നന്നായിട്ട് വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഫോർത്ത് സോങ് വരുന്നു. അതും എഗെയിൻ ഒരു മെലഡി, ലോസ്റ്റ് ലവ്, റൊമാൻറ്റിക് സാധനം. അപ്പോൾ ഞങ്ങൾ ഇതുവരെ പുറത്തുനിന്ന് 2 പേരെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ടില്ല. അപ്പം നമുക്കതെങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറിനെ അറിയില്ല, എങ്ങനെയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് ഹണ്ട് ഒന്നും അറിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആദിത്യ വഴി നമ്മൾ ഫഹദിനെ പരിചയപ്പെടുന്നു. അപ്പം ഫഹദിന് അങ്ങനെ ടീമുണ്ടെന്ന് അറിയുന്നു. ഫഹദിൻ്റെ ബി ടീമിനെ പറ്റി അറിയുന്നു. പിന്നെ ബി ടീമിന് ഒരു ടീമുണ്ട്, ഒരു DOP ഉണ്ട്, ഒരു എഡിറ്റർ ഉണ്ട്. അപ്പം നമുക്ക് ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു ഫുൾ ടീമിനെ കിട്ടി. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഔട്ട്സൈഡിൽ നിന്ന് ഒരു ആക്ടറും ആക്ട്രസും വരാനുള്ള കാരണം BTM ആണ്. അത് ഞാൻ നേരത്തെ പറയാൻ വന്നത്. അപ്പം നമ്മളിപ്പോൾ ഇത് ഇൻഡിവിജ്വലി മൂവി ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അറിയില്ല ഇത് ഒരു കാസ്റ്റിംഗ് എങ്ങനെ നടത്തണം, അതിൻ്റെ ഒരു പ്രോപ്പർ ഫ്ലോ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങനെയാണ് ഇതിനകത്ത് നിങ്ങളൊരു ബ്രാൻഡുമായിട്ട് ടൈപ്പ് ചെയ്തപ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാറ്റമാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ MIM എന്നുള്ളൊരു ഇൻഡിവിജ്വലായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. കറക്റ്റ്. അപ്പോൾ അൻപോൾ, ബാക്ക് ടു അൻപോൾ. യെസ്, പാട്ടേക്കാം. അൻപോ അവൾ അഴകോ അവൾ തെരിയാമലെന്നുള്ളം തിരുടിയവൾ പൂവോ അവൾ പുനിതം അവൾ ഉயிருള്ള നാൾ വരയ്ക്കും ഉന്മയവൾ കണ്ണോട് കൺ പാർത്ത് തൂങ്കാമലേ മൊഴിയിലെ മറന്നു വിട്ട് അറിയാമലേ എന്നുള്ളം നീ താനേ ഇരവുകൾ ഉനക്കായി വരുവേനേ കാറ്റുമുത്തം വെപ്പേനേ എന്നഴകേ ഏറ്റുവരെ അഴുതത് ഞാൻ இன்று வெதுமுனமாய் சிரிக்கது நாம் காதலின் இனிப்பது நான் என் அன்பே. ഇത് പാട്ട് ഏതായാലും സത്യം പറയല്ലേ, ഞാൻ അങ്ങനെ ഇതല്ല, നമുക്കൊരു ഫീൽ വരുമല്ലോ. ഇത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു നല്ല കാലഘട്ടം മുഴുവൻ തമിഴ്നാട്ടിലായിരുന്നു. ഓക്കെ. അപ്പോൾ +2 കഴിഞ്ഞപ്പോൾ ഒരു BSc ഒക്കെ കഴിഞ്ഞ് +2 കഴിഞ്ഞ് തമിഴ്നാട്ടിൽ ഇപ്പം ഞാൻ ഒരു അണ്ണന്റെ രാവിലെ കഥ ഉറങ്ങുന്നു, കോലമിടുന്ന അല്ലേ അക്ക, ആ ഒരു ഫീൽ അല്ലേ നമ്മൾ എഴുതിയതാണ്. അപ്പോ അത് ഗൗതമിന്റെയും വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കായിട്ട് ഞങ്ങൾ ഫീൽ ചെയ്യുന്നു. ഞാനിത് പാട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഇൻ देयर പേജ്. ഇറ്റ് വാസ് देयर. ഞങ്ങളുടെ ചാനലിലുണ്ട്. പലരും തിര ഇറങ്ങി കഴിഞ്ഞിട്ടും അവർക്ക് കുറച്ചുകൂടെ വർക്കായത് അൻപോളാന്ന് പറയുന്നവരുണ്ട്. ലൈക്ക് ആക്ച്വലി എനിക്ക് ഞാൻ ഓപ്പൺലി പറയണേ, എനിക്ക് അൻപോൾ ഭയങ്കര ഫേവറേറ്റ്. കാരണം ഞാനിത് സത്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഫഹദ് ത്രൂ കൊണ്ടുവരുന്നത്. ഫഹദ് ഇത് കൊണ്ടുവരുന്നു, ഈ പാട്ട് കേട്ട് ഞാൻ പറഞ്ഞാടാ കുഴപ്പമില്ല, ഓക്കെ. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നത് മിക്ക പാട്ടുകളും നമ്മൾ ഒരുപാട് കേട്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ട് ഈയിടയ്ക്ക് ഞാൻ ഗൂഗിൾ റൂമിൽ വന്നപ്പം ഗൂഗിളിനോട് ഇങ്ങനെ ഇത് പാടിക്കൊണ്ട് കിടക്കുന്നത് ഞാൻ എവളോ പാട്ടി ഉണ്ടാക്കി നമ്മളത് കേട്ട് ഇഷ്ടപ്പെടും. പക്ഷെ ഇത് ഇവൻ പെട്ടെന്ന് ഇങ്ങനൊരു സാധനം ഞാൻ പറയാം അത് അയച്ചു കഴിഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പം നമുക്കൊരു ഫീൽ വരുമല്ലേ. അൻപോൾ നമ്മൾ ലിറിക്കലായിട്ട് ചെയ്യുന്നതിന് റിഗ്രറ്റ് അടിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. സത്യം ഞാൻ ഇപ്പോഴും പറയുന്നത്, ഇഫ് യു ഹാവ് മേഡ് എ മ്യൂസിക് വീഡിയോ ഓഫ് തിര, യു ഷുഡ് മേക്ക് എ മ്യൂസിക് വീഡിയോ ഓഫ് എന്നാണ് അവര് പോഡ്കാസ്റ്റ്. ഓക്കെ, ഇനി നമുക്കിപ്പം തിരയെക്കുറിച്ച് സംസാരിച്ച്
അൻബോളെ പറ്റി സംസാരിച്ച്. സോ നമുക്കൊരു ചെറിയ ക്വസ്റ്റ്യൻ, ഒരു റാപ്പിഡ് ഫയർ എന്നൊന്നും പറയാൻ പറ്റില്ല, ട്രക്കാരിസ് ഞങ്ങൾ അങ്ങനെ പറയായിരിക്കും, തീ തുപ്പണം, മനസ്സിലായില്ലേ? ആ ഒരു ടൈപ്പിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതെന്താ ആദ്യം ചോദിക്കാം. ഇപ്പം തിര ചെയ്തു ഓൾ അബൌട്ട് ലവ്. ഇപ്പം അനന്തൻ്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് ലവ്, എന്താണ് ലോസ്റ്റ് ലവ്? എന്താണ് ലവ്, എന്താണ് ലോസ്റ്റ് ലവ്? ലവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ കുറവുകളുണ്ടല്ലോ, ആ കുറവുകൾ മനസ്സിലാക്കി ബൈ സൈഡ് നിൽക്കുന്നതാണ് ലവ്. ലോസ്റ്റ് ലവ് എന്ന് പറയുന്നത് ആ കുറവുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ദിസ് ഈസ് നോട്ട് ഫോർ മീ എന്ന് പറഞ്ഞ് ലീവ് ചെയ്തു പോകുന്നതാണ് ലോസ്റ്റ് ലവ്, ഇൻ അക്കോർഡിംഗ് ടു മൈ ഒപ്പീനിയൻ. ഓക്കെ, ഇൻ യുവർ ലാംഗ്വേജ് വാട്ട് ഈസ് ലവ്? വാട്ട് ഈസ് യുവർ In my language, what is love? So, love is comfort actually. So, like he said about situationships, where you feel that for a period of time, you feel that the other person makes you feel alive or makes you feel butterflies in your stomach. That is obviously very temporary. When you reach a stage where you're able to find a home in the person, that you don't need to entertain the other person all the time. You can be imperfect, you can be a mess, you can be vulnerable. That is what I feel is love. And in Thira, like the lost love part that you're talking about, fortunately I've not had a lost love like Thira, like I've not lost a partner because of death, but I have definitely lost love in other senses where I had that person to be very different in my head, but they were very different in real life. Correct. So it felt like I did lose somebody. That somebody never existed, but they were only there in my mind. ശ്രീറാമൻ, ഇപ്പോൾ അതുകൊണ്ട് കണക്ട് ചെയ്തിട്ടൊരു ചോദ്യം തന്നെ, ലൈക്ക് അൻബോൾ ആയിക്കോട്ടെ ലോസ്റ്റ് ലവ്, തിരയാണെങ്കിൽ ലോസ്റ്റ് ലവ്. അപ്പം എന്താണ് ഈ ലോസ്റ്റ് ലവിനോട് ഇത്ര താല്പര്യം? ലൈക്ക് ചില പറയില്ല, നമ്മൾ ചില സാധനങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് എത്ര എടുത്തു മാറ്റിയാലും വിട്ടുമാറാൻ പറ്റത്തില്ല. സോ അത് വെച്ച് നമുക്ക് എന്തെങ്കിലും പോർട്രേറ്റ് ചെയ്യണോ എന്നുള്ളൊരു തോന്നലുണ്ടായിട്ടാണ്. കല്യാണം കഴിഞ്ഞല്ലേ? കല്യാണം കഴിഞ്ഞു. കുഴപ്പമില്ല. ഞാൻ പറയാം, ഇത് ഞങ്ങള് ഈ ട്രാക്ക് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാക്ക് മ്യൂസിക് ഡയറക്ടർ തരുമ്പോൾ ഞാൻ അതിനനുസരിച്ച് ലിറിക്സ് ഫിറ്റ് ചെയ്യാന്നുള്ളതാണ് എന്റെ ഡിപ്ലോമാറ്റിക്കൽ ആൻസർ. രണ്ടു വട്ടം മ്യൂസിക് ഡയറക്ടർ ലോസ്റ്റ് ലവിന്റെ ഇത് തന്നെയാണോ ട്രാക്ക് തന്നത്? പുള്ളിക്കാരൻ ലോസ്റ്റ് ലവിന്റെ. ഞാൻ എഴുതിയ 2 ട്രാക്കും റാപ്പ് ആയിരുന്നു, ജീവിതത്തിന്റെ കഷ്ടപ്പാടും. അതാ ചോദിച്ചത്, വൈ നെഗറ്റീവ്? ബിക്കോസ് ഇറ്റ് ഈസ് ദെയർ. അതായത് ഞാൻ പറയുന്നത്, ഇപ്പൊ ഹാപ്പിനെസിനെ കുറിച്ചൊരു പാട്ട് എഴുതണമെന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ പോസിബിൾ, അത് എഴുതാം. ഇപ്പൊ എഴുതിയത് 2 ഇപ്പൊ ഞാൻ 2020 എഴുതുമ്പോൾ എന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ, അതായത് ആ ഓടി എന്ന് പറഞ്ഞ റാപ്പ് നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ജീവിതം ഇന്നൊരു കണ്ണീർ കടലായി കണ്ണിൻ മുന്നിൽ കാണുന്നേരം അറിയാതെ ഓടുന്നേ, ഇത് അറിയും മുൻപേ തീരുന്നേ, അങ്ങനത്തെ ഒരു ലിറിക്സ് അത് പോകുന്നത്. സോ അത് അന്ന് കണ്ട കാര്യമാണ് ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ കറുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സോങ് നമ്മൾ എഴുതിയത്, US ഒരു വൈറ്റ് പോലീസുകാരൻ ഒരു ബ്ലാക്ക് അവിടുത്തെ ഒരു ആളെ കൊന്നു. ഐ മീൻ കഴുത്ത് ഞെരിച്ച്, കാല് വെച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നു. സോ അതിന് MIM ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ അവർക്കൊരു ഐക്യദാർഢ്യം എന്നുള്ള രീതിയിലാണ് അന്ന് ആ റാപ്പ് എഴുതുന്നത്. പിന്നെ എഴുതിയതാണ് അൻബോൾ. ആക്ച്വലി അതങ്ങനെ ലോസ്റ്റ് ലവ് എന്ന് പറയാൻ പറ്റില്ല. അത് ആ ലിറിക്ക് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അൻബോൾ അഴകോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ എഴുതിയിരിക്കുന്നത്. പക്ഷെ ആ ലിറിക്ക് വീഡിയോ ചെയ്ത ആള് ലോസ്റ്റ് ലവ് എന്നൊരു ലെവലിലേക്ക് കൊണ്ടുവന്നതാണ്. കാരണം പുള്ളി എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞു, പുള്ളിയുടെ ലൈഫിൽ അങ്ങനെ ഒരു ലോസ്റ്റ് ലവ് കേസ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആ വീഡിയോ ഫുള്ള് കണ്ടാൽ മനസ്സിലാവും, അതൊരു ഭയങ്കര സ്റ്റോറിയാണ് ആ വീഡിയോ. അത് കഴിഞ്ഞിട്ട് തിര ഗൗതം ട്രാക്ക് അയച്ചു, ഞാൻ എഴുതി. സോ യെസ്, അങ്ങനെയാ എന്നെ സംബന്ധിച്ചിടത്തോളം ലോസ്റ്റ് ലവ് എന്നൊരു കോൺസെപ്റ്റ് അല്ല. ഓക്കെ, ഞാനൊരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ലൈക്ക് ഇപ്പോ കുടുംബത്തിന് ഞാൻ ഇതില്ല കഥ, അത് തുടങ്ങി കഥയില്ല. എടാ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോ നമുക്കൊരു ഇനി ഭാവിയിലാണെങ്കിൽ നിങ്ങളൊരു ഹാപ്പി മൂഡ് അതോ ഇത് കണ്ടിന്യൂ ചെയ്യും? ഇല്ല, ഞങ്ങള് പല ജോണറിലും ഞങ്ങൾ ഓൾറെഡി എഴുതുന്നുണ്ട്. പക്ഷെ അത് ഈ ഇൻഡി മ്യൂസിക്കിന്റെ മാത്രം ഒരു ഫ്രീഡം അല്ല ആക്ച്വലി. ഇല്ലെങ്കിൽ കുറെ കൺസ്ട്രെയിൻസ് ഉണ്ടാവില്ലേ, നിങ്ങൾ ഈ പാട്ടേ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ഇതേ പാട്ടേ ചെയ്യാവുള്ളൂ എന്നുള്ളത്? നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പൊ അടുത്തത് ഞങ്ങൾ ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ 96 വിജയ് സേതുപതി അതുപോലത്തെ ഒരു സാധനം എഴുതണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതൊരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. ട്രാക്ക് ഉണ്ട് അതിന്റെ, ഗൗതം ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ ഗൗതമും വളരെ പെർട്ടിക്കുലർ ആയിരുന്നു, ലോസ്റ്റ് ലവ് ചേട്ടാ ചെയ്യരുതിനി, നമ്മൾ ചെയ്തു വരുമ്പോ അതിനകത്തേക്ക് പോകുന്നു, സോ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അതല്ലാതെ വേറെ ഒരു ട്രാക്ക് വേറെ ചെയ്യുന്നുണ്ട്, അതും ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ സ്വീറ്റ് ലവ് അങ്ങനത്തെ ഒരു ട്രാക്ക് ചെയ്യുന്നുണ്ട്. എക്സാജറേറ്റഡ് പറയല്ല, ഗൗതത്തിന്റെ കയ്യിൽ ആക്ച്വലി
നമ്മളെല്ലാം കൂടെ വർക്ക് ചെയ്ത ഓൾമോസ്റ്റ് ഒരു 60-70 ട്രാക്സ് ഉണ്ടാവും അവൻ സ്വന്തമായിട്ട് ചെയ്തു വെച്ചത്. നമുക്ക് പക്ഷേ വേണ്ടി ചെയ്തു. ആക്സിഡന്റലി 2 ലോസ് ലവ് ആദ്യം വന്നുപോയി എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായി. നമ്മളങ്ങനെ ഇന്റൻഷനലി ലോസ് ലവിലേക്ക് സാധനങ്ങൾ ഇങ്ങനെ പോകുന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ശ്രീദേവ് ബ്രോ, ഇപ്പം നമ്മൾ ഇപ്പം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കറക്റ്റ്. ഇപ്പം സിംഗർ എന്നുള്ള നിലയിൽ ബ്രോ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്. കാരണം നമുക്ക് ഈ ലിറിസിസ്റ്റ് അല്ലെങ്കിൽ മ്യൂസിഷ്യൻ ഇവരെല്ലാവരും ഉണ്ടെങ്കിലും സിംഗർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ ടാലൻറ്റാണ്. പക്ഷേ ആ ടാലൻറ്റ് നമുക്ക് ഉണ്ടായില്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് ഉദ്ദേശിച്ച ഒരു ലെങ്തിലോട്ട് എത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ റിക്കഗ്നൈസ് ചെയ്ത് പെട്ടിട്ടില്ല എന്നുള്ള ഒരു വിഷമം എപ്പോഴും ഉണ്ടാവുമല്ലോ. ഇപ്പം എൻ്റെ ഞാൻ ഒരു പാട്ട് പാടുന്നു, ഞാൻ ഒരു 10 പേർക്ക് അത് കേൾക്കുന്നുള്ളൂ, പക്ഷേ എന്താടാ എനിക്ക് മാത്രം ഇങ്ങനെയൊന്നൊരു തോന്നലില്ല നമ്മുടെ ലൈഫിൽ. അതിപ്പം സിംഗർ എന്നുള്ളത് മാത്രമല്ല, എല്ലാവരുടെയും ഇതിൽ വെക്കും. നമുക്കൊരു ടാലൻ്റ് ഉണ്ട്. ആ ടാലൻ്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് മാത്രം ഒരു, കാരണം നമ്മൾ ചില സോങ്ങുകൾ കാണുമ്പോൾ അയ്യോ എടാ ഇവൻ എൻ്റെ അത്രയും പോലും പാടുന്നില്ലല്ലോടാ, ഇവനെവിടെ നിൽക്കുന്നത്, ഞാൻ ഇവിടെ നിൽക്കുന്നത് വെച്ചാൽ അവനായിട്ടുള്ള കുശുമ്പോ അസൂയൊന്നുമില്ല. ബട്ട് ആ ഒരു സ്ട്രഗിൾ പീരീഡ് എപ്പോഴെങ്കിലും ബാക്കപ്പ് അടിച്ചിട്ടുണ്ടോ? ബാക്കപ്പ് അടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഞാൻ ഒരു പ്രായം വരെ കണ്ടിന്യൂസ് ആയിട്ട് മ്യൂസിക് പഠിക്കുകയും ഫോളോ ചെയ്ത ഒരാളാണ്. പക്ഷെ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഒരു സീരിയസ്നെസ് ഇല്ലായ്മയാണോന്നറിയില്ല, നമ്മളത് വിട്ടു. അത് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. പിന്നെ ആഫ്റ്റർ ഈ പറയുന്ന പോലെ കൊറോണ ടൈം ഒക്കെ വരുമ്പം എല്ലാവരും അവരവരുടെ ഓരോ എബിലിറ്റീസ് പുറത്തിറക്കുന്നു. കുറേ ഇതുവരെ നമ്മൾ കുക്കിംഗ് പോലും ചെയ്ത് കാണാത്തൊരു കുക്കിംഗ് ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു പോയിന്റിൽ നമുക്ക് തോന്നുന്നു ഓക്കെ, നമുക്ക് ഒരു കാലത്ത് നമ്മളിങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. ഇപ്പം ആർട്സ് ഫെസ്റ്റിവലിലാണെങ്കിലും ഭയങ്കര നിറഞ്ഞു നിന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തോന്നുന്നൊരു പോയിന്റിലാണ് ഈ ഒരു ഫുൾ ടീം ഉണ്ടാവുന്നത്. പിന്നെ എൻ്റെ ചിന്ത ഓക്കെ, MIM കൂടെ നമുക്ക് നമ്മുടെ അതാ ഞാൻ ചോദിക്കാൻ വരുന്നത് വെച്ചാൽ ഇപ്പം MA കൂടെ നിങ്ങൾ വന്നു, പക്ഷെ നമുക്കൊരു പാട്ട് നമ്മൾ ചെയ്തു, നമ്മൾ കേട്ടിട്ട് എടാ ഇതെന്തായാലും റീച്ച് ആവൂടാ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സാധനം ഇടും. പ്രത്യേകിച്ച് ഇന്ത്യ മ്യൂസിക്കിന്, ഈ ഇന്ത്യ മ്യൂസിക്കിൽ സാധനം ഇടുമ്പം നമ്മൾ വിചാരിക്കുന്നത് ഓ എടാ 4 പേര് കണ്ട് നല്ലത് പറയും. ഇവിടെ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന് കണ്ടിട്ടും നല്ലതാണ് പാട്ട്, എന്നാലും ഓ അവൻ്റെ പാട്ട് അങ്ങനെ ഒരു എവിടെയും നെഗ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളിങ്ങനെ ഒരു സാധനം ചെയ്തിട്ടും അതിനൊരു പ്രോപ്പറായിട്ടൊരു അപ്രിസിയേഷനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് റീച്ചോ കിട്ടാതെ ഒരു അത് ഓഫ്കോഴ്സ് വിഷമമായിട്ടുണ്ട്. ഇപ്പം അൺബോളിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്തൊരു സാധനം. കാരണം ഒരുപാട് പേര് അൺബോളിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞവരെ എനിക്ക് തോന്നുന്നു ഇല്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നു 0%. ഞാൻ നെഗറ്റീവ് ഉദ്ദേശിച്ചതല്ല, നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ അതാണ് പറഞ്ഞത്. അതിനെ അങ്ങനെ വിമർശിച്ചിട്ടാണെങ്കിലും ഒരു ഹെൽത്തി ആയിട്ട് വിമർശിച്ചവരും വളരെ കുറവാണ്. സ്റ്റിൽ എന്തുകൊണ്ട് അത്ര ഒരു വ്യൂസിൽ നിന്ന് പോയി അത്രയും റീച്ച് കിട്ടിയില്ല എന്ന് തോന്നിയിട്ട് ഓഫ്കോഴ്സ് ഒരുപാട് വിഷമമുണ്ട്. സോ ആദ്യം പറ, മ്യൂസിക് ഈസ് റിലേറ്റിംഗ് എവരിതിങ് നോ നിങ്ങളുടെ കേസിൽ. വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പാഷൻ എന്ന് പറയുന്ന സംഭവമാണ്. എല്ലാം ഒരു വി വേർ സ്റ്റക്ക് ടുഗെദർ ബിക്കോസ് ഓഫ് ദ പാഷൻ. ഈവൻ ശ്രീരാഗ് വാണ്ടഡ് ടു ഡു സംതിങ്. ശ്രീരാമനാണെങ്കിലും ആക്ടിങ് ഇഷ്ടമായിരുന്നു. പിന്നെ പാട്ട് പാടും. ഞങ്ങളുടെ ആദ്യത്തെ എടാ ഞാനത് വിട്ടുവേടാ, നമുക്ക് ആ റാപ്പ് കേൾക്കാം. ഞാൻ ഇതില്ല, പക്ഷെ നമ്മൾ വി ആർ ഇൻ എ സീരിയസ് കോൺവെർസേഷൻ ആക്ച്വലി. ബട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം, ആ റാപ്പ് ഒന്ന് കേൾക്കാം. സോ റാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായി, ആ റേസിസത്തിന്റെ അമേരിക്കയുടെ ആ സാധനം തന്നെ. സോ വി വിൽ സീ. കാരണം നമ്മള് ഞങ്ങൾക്ക് ഇത് മാത്രമല്ല വഴങ്ങും എന്ന് അറിയണമല്ലോ ആൾക്കാർ കരത്തിന്റെ. സോ വിൽ സ്റ്റാർട്ട്. ഓക്കെ, ലിറിക്സ് അറിയാവുന്ന എല്ലാവരും ജോയിൻ ചെയ്യാം. കറുത്ത മേനി കണ്ട് പുച്ഛം തോന്നിയോ നിനക്ക്, കറുത്ത പോലെയൊരു നിറമില്ലെന്നോർത്ത് നോക്ക്. കറുത്ത വർഗമെന്നും വെളുത്ത വർഗമെന്നും തിരിഞ്ഞു പിടിച്ച് നിർത്തി അവന്റെ കാലം കടന്നു പോയി. തെറിച്ചു നിൽക്കുന്ന നിറമാണ് എൻ കറുപ്പ്, പിടഞ്ഞ തീർന്ന ഒരു ജീവനും അതേ കറുപ്പ്. പഠിച്ച കാലം അത്രയും ഞാൻ വരച്ചതും കറുപ്പിൽ, മരിച്ച് ചാരമായി തീരുമ്പോഴും കറുപ്പ്. ഇതാണ് ഒരു ഇൻട്രോ. അപ്പോൾ നമ്മൾ കുറേ തിരയെക്കുറിച്ച് സംസാരിച്ച്, കുറേ MIM കുറിച്ച് സംസാരിച്ച്, നിങ്ങൾ ഇതുവരെ അധികം സംസാരിച്ചിട്ടേ ഇല്ല. അപ്പം ഇനി വരുന്ന പ്രോജക്ട്സ് ഒക്കെ എന്തോ ആനന്ദ? ഞാൻ ആക്ച്വലി ഇപ്പോൾ ഫ്രെയിം അപ്പ് സ്റ്റോറീസ് എന്ന് പറയുന്നൊരു ടീമുണ്ട് കൊച്ചി ബേസ്ഡ്. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ പ്രൊഫഷനും നാട്ടിലെ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് ഫുള്ളി ആക്ടിങ് ഫോക്കസ്ഡ് ആയിട്ട് കൊച്ചിയും ബാംഗ്ലൂരും ആയിട്ട് നിൽക്കുക. അപ്പോൾ അവരുടെ ഒരു തമിഴ് മലയാളം കൾച്ചർ മിക്സ് ആയിട്ടുള്ള ഒരു OTT ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസംബറിൽ സ്റ്റാർട്ടാകും. ഷൂട്ട് സ്റ്റാർട്ടാകും. പിന്നെ അഫ്കോഴ്സ് ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം
ബനാന ട്രീ മീഡിയ സംസാരിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അതിന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അത് എക്സ്പെക്ട് ചെയ്തു. കാരണം വെച്ചാൽ ഒരു വർക്ക് കഴിഞ്ഞ് കഴിയുമ്പം ആ ഡയറക്ടർ അല്ലെങ്കിൽ ആ ടീം നമ്മളെ അടുത്ത വർക്കിന് വിളിക്കണമെങ്കിൽ ദർ ഇസ് സംതിങ്. കറക്റ്റ് ആണോ? അതിപ്പോൾ എൻ്റെ ഒരു സ്കില്ലിൻ്റെ അല്ല. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആക്ച്വലി ഞാൻ. അവർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും. കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം നമുക്കെന്തോ ഒരു എന്തെങ്കിലും ഒരു ഇതുണ്ട്, അത് പൊടി തട്ടി എടുക്കാൻ അവർക്ക് പറ്റുന്ന ഒരു തോട്ടുള്ളതുകൊണ്ടാണല്ലോ അവർ നമ്മളെ വീണ്ടും വിളിക്കുന്നത്. അതൊരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഭാവി നടൻ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അച്ചീവ്മെൻറ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരു ആക്ടറിനെ എനിക്ക് തോന്നുന്നു ഒരു ആക്ടറിനെ ഏറ്റവും നന്നായിട്ട് അവരുടെ ആ സ്കില്ല് എടുക്കാൻ പറ്റുന്ന ഒരു ഡയറക്ടർ, നല്ല ഡയറക്ടർ. യെസ്, അത് വലിയൊരു സംഭവമാണ്. കാര്യം വെച്ചാൽ ഒരു 30% എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു 30% ഉള്ളൊരു ആക്ടറിൻ്റെ കയ്യിൽ അത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഡയറക്ടറുടെ കയ്യിൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഹി ക്യാൻ മേക്ക് ഹെൽ ഔട്ട് ഓഫ് ഹിം. അത് വലിയൊരു സംഭവമാണ്, അത് വലിയൊരു ഫാക്ടറാണ്. എൻ്റെ കാര്യത്തിൽ വെച്ച് തന്നെ എൻ്റെ ഈ വർക്ക് കണ്ടിട്ട് എൻ്റെ പാസ്റ്റ് വർക്ക്സ് വെച്ച് കമ്പയർ ചെയ്തിട്ട് ഐ എം നോട്ട് കമ്പയറിങ് എനിത്തിങ് ആക്ച്വലി. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഒരു ക്ലോസ് സർക്കിളുള്ള ആളുകളും ഇതിനെ എൻ്റെലി ഡിഫറെൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. ആൻഡ് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ദ ടീം ആക്ച്വലി. സോങ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, ബാക്കി സപ്പോർട്ടൊക്കെ ആയിക്കോട്ടെ. ബട്ട് ആക്ച്വലി യു ഡിഡ് വെൽ. അതാണ് അവർ പറയുന്നത്, മനസ്സിലായി. ഓക്കെ, വാട്ട്സ് യുവർ അപ്കമിങ് ഫ്യൂച്ചർ പ്ലാൻസ്? Upcoming couple of feature films. Yeah. Yeah. Giving a lot of auditions for some web series in Hindi. Okay. And have a few auditions in Kochi also. Okay. For probably a Malayalam movie. Yeah. But nothing is finalized. Okay. Then there's a possibility of a web series coming, and I might have to go to Mumbai next year. Okay. So yeah, things are in the works, but yeah, I cannot reveal anything because nothing is fixed. So that's how the business is, you know, anything can change at the last moment. Correct. So all I can do is just give my best, try my best, and keep training, keep learning. Yeah. ഇപ്പം ഫോർ മീ എം സോ നിങ്ങൾ പ്രേക്ഷകരോട് പറയണം, നിങ്ങൾ തിര കാണുക. ഫോർ വാട്ട്? എന്തിനും നിങ്ങൾ തിര കാണണമെന്ന് പ്രേക്ഷകർ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ആൻസർ? ഓക്കെ, സോ തിര എന്ന് പറയുന്നത് ഭയങ്കര ജെന്വിനായിട്ട് ചെയ്തൊരു സോങ്ങാണ്. ഡീപ്പ് ഫ്രം ദ ഹാർട്ട് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കാറ്റഗറിയിൽ പെടുന്ന സോങ്ങാണ്. ഭയങ്കര ഇൻറ്റൻസ് റൊമാൻസ് കൈൻഡ് ഓഫ് എന്ന് വെച്ചാൽ എം ഇതുവരെ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത ആകെ 4 ട്രാക്കേ ഉള്ളൂ. സ്റ്റിൽ അൻപോൾ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് കുറച്ച് മ്യൂസിക്കലി പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് മെലഡിയും കൂടിയാണ്. അൻപോൾ പോലെ ഭയങ്കര സൂത്തിങ് അല്ല എന്നല്ല, ഭയങ്കര പ്ലെയിൻ അല്ല, എല്ലാവർക്കും പെട്ടെന്ന് ഹുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെലഡി അല്ല തിരയുടെ. അപ്പോൾ അങ്ങനത്തെ ഒരു മെലഡിയാണ് തിര. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മ്യൂസിക്കലി ആയിട്ടുള്ള ആൾക്കാരെ നോക്കുമ്പം കുറച്ചുകൂടെ അപ്രിസിയേഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു മെലഡി തിരയുടെയാണ്. കുറച്ചുകൂടെ കോമൺ ഓഡിയൻസിന് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ അൻപോളായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വർക്കാണ് തിര. കുറച്ച് അൻബോളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പണിയെടുത്തിട്ടുള്ള ട്രാക്കും കൂടിയാണ് തിര, വീഡിയോ വൈസ് ആണെങ്കിലും ഓഡിയോ വൈസ് ആണെങ്കിലും. ഞാൻ ഇതിന് മാറിയിട്ടൊരു ചോദ്യം ചോദിക്കാം. ലൈക്ക് അതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറേ സ്ട്രഗിൾ മ്യൂസീഷ്യൻസ് ഉണ്ട്. നമുക്കത് ഈ സൊസൈറ്റി പറയുന്ന പോലെ നമുക്ക് എല്ലാവരും വിജയിച്ചതാവില്ല, എല്ലാവരും വേടനാവത്തില്ല. ബട്ട് മനസ്സിലായി, കുറേ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റ് ഉണ്ട്. ബട്ട് കുറേ ആൾക്കാർ പാഷൻ ഉണ്ടായാലും ഓക്കെ ഞാൻ വരുന്നു, എനിക്ക് ആ അർഹിച്ച അംഗീകാരം കിട്ടുന്നില്ല, ദെൻ ഐ എം സ്റ്റെപ്പ് ബാക്ക്. അങ്ങനെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? ആക്ച്വലി ഞങ്ങളും ഇപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. നിങ്ങളത് കവർ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അതാ ചോദിച്ചത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇന്റർവ്യൂവിൽ ടൊവിനോ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് പെർലി മാനിയുടെ ആണെന്ന് തോന്നുന്നു, എവറി എൻഡിങ് ഈസ് ഹാപ്പി, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഹാപ്പി ഇറ്റ് ഈസ് നോട്ട് ദ എൻഡിങ്. സോ അങ്ങനെ ഒരു ബിലീഫിലാണ് ഞങ്ങളും പോകുന്നത്. എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങൾ അവിടെ എത്തും, ലാൻഡ് ചെയ്യും. അപ്പം ലാൻഡ് ചെയ്യുന്നവരെ ഞങ്ങളിങ്ങനെ എഫേർട്ട് ഇടും, അതിൻ്റെ കൂടെ പോവും, ലാൻഡ് ചെയ്യട്ടെ, അത് എത്രയും പെട്ടെന്നാകട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ട്, മറ്റേ നമ്മൾ ABCD അക്ഷരമാലയിൽ ആദ്യം എഫ് വന്നിട്ടാണ് ഏറ്റവും അവസാനമാണ് എസ് വരുന്നതെന്ന്. അതായത് ആദ്യം ഫെയിലിയറിൻ്റെ എഫ് ആണ് ആദ്യം വരുന്നത്. സോ അത് കഴിഞ്ഞ് ഒരുപാട് അക്ഷരങ്ങൾക്ക് ശേഷം അത് എൻഡ് ഓഫ് ദ ഡേ ആണ് വരുന്നത് എസിൻ്റെ സക്സസ് എന്ന്. സോ അപ്പം അതിനൊരു നമ്മൾ കാത്തിരിക്കണം, ബട്ട് നമ്മൾ ശ്രമിച്ചാൽ നടക്കും. അതാ അല്ലേ, ഞങ്ങളിപ്പം ഞങ്ങൾക്ക് ഡിസ്ട്രാക്ട് ആവാനായിട്ട് ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നു, എൻ്റെ കല്യാണം, എൻ്റെ ഫാമിലി ആയിട്ട് ഇപ്പം ശ്രീരാഗ, അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളുടെ മിമ്മിലെ പല ആൾക്കാരും സെറ്റിലായി.
ഞങ്ങൾ പക്ഷേ സ്റ്റിൽ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഓവർ ദ ഫോൺ ആണെങ്കിലും ഒരു പ്രോജക്റ്റ് ഓൺ ആക്കും, അതിൻ്റെ പുറകെ പോവും, ലീവ് എടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ ടൈം കണ്ടെത്തും, ചെയ്യും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു ദിവസം ഇവിടെ ഒരു പോഡ്കാസ്റ്റിൽ ഒരു മൂവി പ്രൊമോഷൻ ആയിട്ട് വരാൻ പറ്റട്ടെ. വരും. ഫസ്റ്റ് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ നമുക്ക്. ഓക്കെ, വാട്ട്സ് യുവർ തോട്ട് അബൌട്ട് തിര ഫോർ ദ ഓഡിയൻസ്? Tira, for the audience, I think it has the potential to really sit in everyone's minds for a very long time. It's a beautiful song. It conveys a beautiful emotion, and it definitely can be one of those songs that people can go back to when they are, in that situation in life, and maybe find some solace from it. I mean, that's what music is for. Music is to heal the soul somehow, and I really feel that the music that the team has created, it has that potential. So I really feel that people can actually take it with them for a very long time. How special തിര for you? ആ തിരയുടെ പേരിൽ തന്നെ ഉണ്ട് ആക്ച്വലി അതിൻ്റെ ഒരു ഏറ്റവും വലിയ സംഭവം. വെച്ചാൽ 2 ടൈപ്പ് ഓഫ് ഓഡിയൻസിന് ഇതാണ്. ഇപ്പോൾ തിര എന്ന് പറയുമ്പോൾ കടലിലെ തിരകൾ ഒരു സമയം ശക്തമായിട്ടും അല്ലാത്തപ്പം വളരെ ജെന്റിലായിട്ടും, അതായത് നമ്മുടെ ഓഡിയൻസിൽ, അതായത് ഇന്നർ ഫീലിങ്സ് വൂൺസ് ഉള്ള ഓഡിയൻസിനെ ഇത് വളരെ ഹാർഡായിട്ട് സ്ട്രൈക്ക് ചെയ്യും. ഹാർഡായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത് നെഗറ്റീവ് സെൻസിലല്ല, അവരെ ആ സോങ് വളരെ ഡീപ്ലി ടച്ച് ചെയ്യും. ആൻഡ് ഓൾസോ അനദർ ടൈപ്പ് ഓഫ് ഓഡിയൻസിനെ അവർ ജെന്റിലായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയി സോങ്. അതാണ് ഇതിൻ്റെ ഏറ്റവും യൂണീക്ക് ഫീച്ചർ ആക്ച്വലി ഈ സോങ്ങിന്. 2 ടൈപ്പ് ഓഫ് ആളുകളെ അല്ലെ ഓഡിയൻസിനെ 2 പെർസ്പെക്റ്റീവ്, 2 വേ ഓഫ് പാത്ത് വേയിലൂടെ ഈ സോങ് ആക്ച്വലി ടേക്ക് ഓവർ ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ യൂണീക്ക് ഫീച്ചറായിട്ട് എനിക്ക്. സോ കാണുക എല്ലാവരും പോയിട്ട്. യെസ് ആക്ച്വലി. ആദിത്യ, സം ലാസ്റ്റ് വേർഡ്സ്. സോ തിര ഞങ്ങളുടെ പുതിയ മ്യൂസിക് വീഡിയോ അതിപ്പം യൂട്യൂബിലും സ്പോട്ടിഫൈയിലും റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണോ ജെന്യുവനായിട്ട് തോന്നുന്നത്, വാട്ട് എവർ യു ഫീൽ, അത് ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക. ദാറ്റ് വിൽ ആക്ച്വലി മോട്ടിവേറ്റ് അസ് ഫോർ റിലീസിങ് ന്യൂ സോങ്സ്. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തിര നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ടാവാം, കമൻറ്റിലും പിൻ ചെയ്യാം. പിന്നെ അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് MM പ്രൊഡക്ഷൻസിലാണ്. നിങ്ങൾ അവിടെയും പോയി കാണുക, അവരുടെ എല്ലാ ഇൻഡി സോങ്സും കാണുക, സപ്പോർട്ട് ചെയ്യുക. അവർ ഇൻസ്റ്റഗ്രാമിൽ പേജുണ്ട്, വി ആർ ദ മിം എന്ന് പറഞ്ഞിട്ട്. സോ അവിടെയും പോയി ഫോളോ ചെയ്യുക. ഐ അഷ്യൂർ യു അഗെയിൻ, യു നെവർ ഡിസപ്പോയിൻറ്റഡ്. സോ ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് സപ്പോർട്ട് ഇൻഡി മ്യൂസിക്. ആൻഡ് പിന്നെ നിങ്ങൾക്ക് ഇത് കാണുന്ന മറ്റുള്ളവർ, നിങ്ങൾക്ക് ഇൻഡിപെൻഡൻറ്റ്, നിങ്ങൾക്ക് എന്നുള്ള പ്രോജക്റ്റ് പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് വൈഡർ ഓഡിയൻസിലേക്ക് എത്തിക്കണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അസ്. ഞങ്ങളെപ്പോഴും ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിനെ, അത് വീഡിയോ ആയിക്കോട്ടെ ഓഡിയോ ആയിക്കോട്ടെ, സപ്പോർട്ട് ചെയ്യാൻ 100% വി ഓപ്പൺ ഫോർ യു ഗൈസ്. സോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ഇമെയിൽ ID നമ്മൾ താഴെ കൊടുത്തേക്കാം, ചെക്കൗട്ട് ചെയ്യുക. സോ അതും പറഞ്ഞിട്ട് വീണ്ടും അടുത്ത വർഷം, ഇനി 2026 വിജയണ്ണനോടൊപ്പം ഞങ്ങൾ വീണ്ടും വരും എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ വീണ്ടും ഉടനെ തന്നെ തിരിച്ചു വരുമെന്ന് അഷ്യൂർ ചെയ്ത് ഞങ്ങളും പ്രാർത്ഥിച്ചും പ്രതീക്ഷിച്ചും വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ. ഓക്കെ ബൈ. കൊള്ളാം, LKG സ്കൂളിൽ പഠിപ്പിച്ചു.